ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? യെസ് മാം. ഓക്കെ, എന്റെ ക്യാമറ ഓൺ അല്ല. എന്റെ ലാപ്പിൽ ക്യാമറ ഓൺ ആവാത്തൊരു ചെറിയ ഇഷ്യൂ ഉണ്ട്. നമ്മൾ വേറെ വെബ് ക്യാമറയുള്ള സിസ്റ്റം ഒക്കെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ. വേഗം തന്നെ ക്യാമറ ഓൺ ആക്കി ഞാൻ ക്ലാസ് എടുക്കാം. ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് മൈത്രി എന്നാണ്. ഞാനാണ് BPCC 111 സബ്ജക്ട് ആയിട്ടുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് പേപ്പർ 1 എടുക്കുന്നത് ഞാനാണ് കേട്ടോ. ഞാൻ അഫാസ് മെല്ലസിലെ HR ആൻഡ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇതിൽ കുറച്ച് പേരുകളൊക്കെ എനിക്ക് ഓൾറെഡി ഒരു കണ്ടുപരിചയമുള്ള പേരുകളാണ്. ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓക്കെ, നമ്മൾ ഇത്തവണ തൊട്ട് ക്ലാസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാ മൊഡ്യൂളിന്റെയും, അതായത് എല്ലാ യൂണിറ്റിന്റെയും ഫസ്റ്റ് ചാപ്റ്റേഴ്സ്, അതായത് ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മുടെ ഇഗ്നോന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടാണ് എടുക്കുന്നത്. കാരണം നമുക്ക് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. ഇപ്പൊ ഇവൻ ഞാൻ 5 കൊല്ലം സൈക്കോളജി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിച്ചപ്പോ ഇതിപ്പോ എന്തിനാ നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ ആ ഒരു മൊഡ്യൂൾ കഴിഞ്ഞിട്ട് എന്തായിരുന്നു അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ പാർട്ട് ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോ നമുക്ക് ഈ ഇഗ്നോന്റെ ടെക്സ്റ്റ് വെച്ചെടുക്കുമ്പോ നമ്മുടെ സൈക്കോസ്റ്റയുടെ മെറ്റീരിയൽസ് അല്ലാതെ ഇഗ്നോന്റെ ടെക്സ്റ്റ് വെച്ചിട്ട് എന്തിനാണ് ഈ മൊഡ്യൂളിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഈ മൊഡ്യൂൾ പഠിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ യൂണിറ്റ് പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് എന്താണോ കിട്ടണ്ടേ അത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു ഇവാലുവേഷൻ ഇതിലൂടെ നമുക്ക് നടത്താനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് എല്ലാ മൊഡ്യൂളിന്റെയും ഫസ്റ്റ് പോർഷൻ നമ്മൾ എന്ത് വെച്ചിട്ടാണ് എടുക്കുന്നത്, ഇഗ്നോന്റെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ ലാസ്റ്റ് ഇയേഴ്സിലൊക്കെ നമ്മൾ ഫോളോ ചെയ്ത പോലെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ വെച്ച്, അതായത് ഇഗ്നോന്റെ ടെക്സ്റ്റ് റെഫർ ചെയ്ത് സൈക്കോസ്റ്റയുടെ ഒരു സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട് അല്ലെ, അത് വെച്ചിട്ട് നമ്മൾ ക്ലാസ് തുടങ്ങും. അത് കഴിഞ്ഞ് സ്റ്റഡി പ്ലാൻ ഡിസ്കഷൻ ഉണ്ടാവും. ഓരോ മൊഡ്യൂളിന്റെ ക്ലാസ്, ഓരോ യൂണിറ്റിന്റെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റഡി പ്ലാൻ ഡിസ്കഷൻ ഉണ്ടാവും. ആ ഡിസ്കഷനിൽ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ PDF ഷെയർ ചെയ്ത് തരാം. ആ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഓരോ മൊഡ്യൂളിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഞങ്ങളുടെ ഹാൻഡ് റിട്ടൺ ആയിട്ട് ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്താണ് അവർ ചോദിച്ചിരിക്കുന്നത് എന്നുള്ള ആൻസർ ഒരു കൺക്ലൂഷൻ പാർട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, അത് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസ് എടുക്കുക. അപ്പൊ നമുക്ക് ചില കുട്ടികൾ നമ്മുടെ അടുത്ത് പറയാറുണ്ട്, മാം ഞാൻ നല്ലോണം എക്സാം എഴുതിയിട്ടുണ്ട് പക്ഷെ എനിക്ക് മാർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എഴുതിയത് ശരിയാണോ എന്ന് അറിയണില്ല. ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് വരുന്നത് നമ്മൾ സ്ട്രക്ചർ ആയിട്ടാണോ എഴുതിയത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിലാണ്. അപ്പൊ നമ്മൾ കോഴ്സ് ഡേ സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളൂ. അപ്പൊ ഇപ്പോഴേ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ ബെറ്റർ ആയിട്ടുള്ള ഒരു മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റഡി പ്ലാനിലെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ ഈ ഇൻട്രൊഡക്ഷൻ പാർട്ട്, ബോഡി പാർട്ട്, കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തേക്കണേ, ഇത്തവണത്തെ ക്ലാസ്സുകൾ നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇതായിട്ട് ഓക്കെ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ഓക്കെ ആണല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ യൂണിറ്റ് 1 ഒരു ചെറിയ പോർഷൻ ആണ് എടുക്കുന്നത്. ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കോൺസെപ്റ്റ് ഓഫ് നോർമാലിറ്റി ആൻഡ് അബ്നോർമാലിറ്റി എന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും സ്റ്റഡി പ്ലാൻ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അതിന് മുന്നേ ഞാനിപ്പോ ഇഗ്നോന്റെ ടെക്സ്റ്റ് ആണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് കോഴ്സ് കണ്ടന്റിൽ നമുക്ക് 3 ബ്ലോക്ക് ആണ് വരുന്നത്. ബ്ലോക്ക് 1, 2, 3. ആ 3 ബ്ലോക്കിലും കൂടെ നമുക്ക് 12 യൂണിറ്റ് പഠിക്കാനുള്ളൂ. 12 യൂണിറ്റ് എന്ന് പറയുമ്പോൾ അബ്നോർമൽ സൈക്കോളജി അഥവാ അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ്. നമുക്ക് എക്സാമ്പിൾ ഒക്കെ വെച്ച് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള കേസുകൾ, നമ്മൾ ഇന്റേൺഷിപ്പിൽ ഡിസ്കസ് ചെയ്യുന്ന കേസുകൾ, ഞാൻ ആദ്യം വർക്ക് ചെയ്ത് കൊടുത്തിരുന്ന കേസുകളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇത് നാളേക്ക് ആവശ്യമുള്ളതാണ്. അപ്പൊ ഞാനൊക്കെ പഠിക്കുമ്പോൾ എന്തായാലും എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ പഠിക്കുന്നു, എക്സാം എഴുതുന്നു, ഇത് നാളെ ആവശ്യം വരും എന്നുള്ള രീതിയിൽ ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സോ ഓട്ടിസോ ആങ്സൈറ്റിയോ OCD ഒന്നും നമ്മൾ പഠിച്ചില്ല. അപ്പൊ നമ്മുടെ മുന്നിൽ ഒരു പേഷ്യന്റ് വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയായിരിക്കും ഈ സിംറ്റംസ് കാണുക. ഇപ്പൊ ഒരു പേഷ്യന്റ് നമ്മുടെ അടുത്ത് വന്നിട്ട് മാം എനിക്ക് ഹോപ്പ്ലെസ്നെസ് ആണ്, എനിക്ക് വർത്ത്ലെസ്നെസ് ഉണ്ട്, എനിക്ക് ഹെൽപ്ലെസ്നെസ് ഉണ്ട് മാം, 2 വീക്ക് ആയിട്ട്, മാം ഡയഗ്നോസ് ചെയ്തോളൂ ഡിപ്രഷൻ, ഇങ്ങനെ പറയില്ല അല്ലെ. നമുക്ക് മനസ്സിലാവണം നമ്മുടെ മുന്നില് സാധാരണ ആയിട്ടുള്ള ആൾക്കാർ വന്നിരിക്കും, മാം എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റണില്ല, ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിച്ചിട്ടെന്ന് എനിക്ക് തോന്നുകയാണ്, എന്നെ കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ മാം, ഇതൊന്നെ എനിക്കിങ്ങനെ എത്ര വേണ്ടാന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കണേന്നൊക്കെ എനിക്ക് തോന്നുകയാണ്.
ഇതാണ് ഡിപ്രഷന്റെ സിംറ്റംസ്. അപ്പൊ ഈ പേഷ്യൻസ് എങ്ങനെ പറയും എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ എപ്പോഴും ഡിസോർഡേഴ്സ് പഠിക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആവാനായിട്ടും അതേപോലെ അത് ഓർമ്മയിൽ നിൽക്കാനായിട്ടും പഠിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം ഇത് നാളെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഏരിയയാണ് ഈ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ഒരു ഡിസോർഡർ എന്താണ് എന്ന് പഠിക്കുന്ന സമയത്ത് ഇന്ന ഡിസോർഡർ ഈ ഡിസോർഡറിൽ നിന്ന് എന്തുകൊണ്ട് വ്യത്യസ്തമാവുന്നു. സോഷ്യൽ ഫോബിയ ഉണ്ട്, അഗോറഫോബിയ ഉണ്ട്. ആങ്സൈറ്റി ഡിസോർഡറിനുള്ളിൽ ഫോബിയാസിന്റെ അണ്ടറിൽ വരുന്നതാണ് സോഷ്യൽ ഫോബിയ ആൻഡ് അഗോറഫോബിയ എന്ന് പറയുന്നത്. സോഷ്യൽ ഫോബിയ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കാൻ ആണ്, നിങ്ങളൊന്ന് കോപ്പറേറ്റ് ചെയ്യണം കേട്ടോ. അതായത് ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ ചോദിക്കുമ്പോ നമ്മുടെ അടുത്തൊരു പേഷ്യന്റ് വന്നിട്ട് പറയാണ്, മാം എനിക്ക് ഇങ്ങനെ ഒരു കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോ ഭയങ്കരമായിട്ട് നെർവസ് ആവുകയാണ്, അതുകൊണ്ട് ഞാൻ മാക്സിമം അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഒഴിവാക്കും. അപ്പൊ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോ എന്താ പറയാ, എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്വാസം കിട്ടാത്ത പോലെ തോന്നുന്നു, അതിലേക്ക് കൈയും കാലം വരയ്ക്കണ പോലെ തോന്നുന്നു. അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ട് എനിക്ക് എന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുകയാണ്. ഇത് നമ്മൾ എന്ത് ഡയഗ്നോസിസാ വെക്കുക? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടേ അല്ലെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാനും പറ്റുമോ? ഇതെന്താണ്? സോഷ്യൽ ഫോബിയ ആണോ? സോഷ്യൽ ഫോബിയ ആണെന്ന് ഒരാൾ പറയുന്നുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും സജഷൻസ്? നമുക്ക് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്ത് പോട്ടെ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഡിസോർഡേഴ്സ്. നമ്മൾ വെറുതെ വായിച്ചെടുത്തു പോവാതെ നമുക്ക് ഇങ്ങനെ പഠിച്ചു പോയാൽ നമുക്ക് ഇഷ്ടം പോലെ സമയം കിടക്കുന്നുണ്ട്. നാളെ നമുക്ക് ഉപകാരം ഉണ്ടാവും. ഇതെന്താ നമ്മള് പൊതുവെ സോഷ്യൽ ഫോബിയ എന്നതിനെ പറയാണ്. ഓക്കെ, സോഷ്യൽ ഫോബിയ എന്ന് പറയാനുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു കല്യാണ വീട് എന്നുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതിനെ സോഷ്യൽ ഫോബിയ ആക്കിയത്. അപ്പൊ ഈ അഗോറഫോബിയ എന്താ അഗോറഫോബിയ കേട്ടിട്ടുണ്ടോ? കുഴപ്പമില്ല, അഗോറഫോബിയ നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. അഗോറഫോബിയ എന്ന് പറയുന്നത് ഓപ്പൺ സ്പേസിനോടുള്ള പേടിനെയാണ് നമ്മൾ എന്ത് പറയാ, അഗോറഫോബിയ. ഇതേപോലത്തെ ഒരു കല്യാണ വീട്, ഒരു പാർക്കിംഗ്, ഒരു ഷോപ്പിംഗ് മാള്, ഒരു തിയേറ്റർ. ഇപ്പൊ നമ്മൾ ആലോചിക്കും തിയേറ്റർ എങ്ങനെ ഓപ്പൺ സ്പേസ് ആവാ, ക്ലോസ്ഡ് അല്ലേന്ന്. ഓപ്പൺ സ്പേസ് എന്ന് പറയുന്നത് ഒരു വലിയ കുറെ സ്ഥലം എന്നല്ല കേട്ടോ. അതിന്റെ സിവിയാരിറ്റി മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മുടെ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഹോം ഉണ്ടല്ലോ, നമ്മുടെ വീട്, അതിന്റെ നമ്മുടെ ബെഡ്റൂം കഴിഞ്ഞ് വരുന്ന ലിവിങ് സ്പേസ്, അതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ഹോൾ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, അതുവരെ ഓപ്പൺ സ്പേസ് ആയിട്ട് ഭയങ്കര നെർവസ് ആവുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഓപ്പൺ സ്പേസ് എന്ന് പറയുമ്പോൾ കുറെ കാറ്റും വെളിച്ചവും കടക്കണം, അല്ലെങ്കിൽ തുറന്നിടുന്നതായിരിക്കണം, ഏക്കർ കണക്കിന് സ്ഥലം അങ്ങനെയൊന്നുമില്ല. ഇത് ഇപ്പൊ ഞാൻ ഇരിക്കുന്ന എന്റെ കൺസൾട്ടേഷൻ റൂം എനിക്കൊരു ഓപ്പൺ സ്പേസ് ആയിട്ട് വേണമെങ്കിൽ പെർസീവ് ചെയ്യാം. അപ്പൊ അത്തരത്തിലുള്ള ഓപ്പൺ സ്പേസിലേക്ക് എത്തുമ്പോ നമുക്ക് വരുന്ന പേടി എന്താണ്? അതും അഗോറഫോബിയ എന്നാ പറയാ. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നിട്ട് നമ്മുടെ അടുത്ത് പറയാണ്, മാം എനിക്ക് കല്യാണ വീട്ടിൽ പോകുമ്പോ ഭയങ്കരമായിട്ട് പേടിയാവുന്നു, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഫോബിക് ആയിട്ട് തോന്നുന്നു. അത് നമ്മള് സോഷ്യൽ ഫോബിയ ആക്കുവോ അഗോറഫോബിയ ആക്കുവോ? നമുക്കൊരു കൺഫ്യൂഷൻ എത്തിയില്ലേ, ഇത് സോഷ്യൽ ആണോ അഗോറയാണോ? ഇപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് എനിക്ക് ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. ഒരു ഡിസോർഡർ മറ്റേ ഡിസോർഡറിന് എങ്ങനെ വ്യത്യസ്തമാവണു എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺസൾട്ടേഷൻ ഇരിക്കുമ്പോഴായിരിക്കും, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴായാലും ഇവൻ നമുക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും. സോഷ്യൽ ഫോബിക് ആയിട്ടുള്ള ആൾക്കാരുടെ പേടി ഇത്തരത്തിലുള്ള കല്യാണ വീട്, ബസ്, എന്തോ ആയിക്കോട്ടെ, ആ സോഷ്യൽ ആൻസൈറ്റി വരുന്ന സമയം ഇവർക്ക് ഈ സോഷ്യൽ ആൻസൈറ്റി വരുന്നത് മറ്റുള്ളവർ എന്നെ സ്ക്രൂട്ടിനി ചെയ്യോ, അതായത് എന്നെ മറ്റുള്ളവർ സൂക്ഷ്മ പരിശോധന നടത്തുവോ, അവര് എന്നെ ജഡ്ജ് ചെയ്യോ എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് സോഷ്യൽ ഫോബിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ആൻസൈറ്റി ഉള്ള ആൾക്കാർക്ക് ഈ പാൽപിറ്റേഷൻ, ഹാർട്ട് ബീറ്റ് കൂടുക, കൈയും കാലും വിറയ്ക്കുക, കണ്ണ് കാണാണ്ടാവുക, അത് അവോയ്ഡ് ചെയ്യുക എന്ന പോലത്തെ സിംറ്റംസ് കാണിക്കുന്നത്. അഗോറഫോബിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ കല്യാണ വീട്, അല്ലെങ്കിൽ വീടിന്റെ ഒരു ഹോള്, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലൊരു റിസപ്ഷൻ, ഒരു പാർക്കിങ്ങിലേക്കൊക്കെ എത്തിച്ചേരുമ്പോ അവരത് സ്കിപ്പ് ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ അവരതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നത്, അവരുടെ ഉള്ളിലെ പേടി എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യോ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ സൂക്ഷ്മ പരിശോധന നടത്തുമോ എന്നുള്ളതല്ല. ഞാൻ ഇങ്ങനത്തെ ഒരു ഓപ്പൺ സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് സേഫ് ആയിട്ട്, ഞാൻ പോയ അത്രയും സേഫ് ആയിട്ട് ബാക്ക് ടു എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം, മോസ്റ്റ്ലി അത് ഹോം എന്നാണ് പറയുന്നത്. എല്ലാവർക്കും നമ്മുടെ കംഫർട്ടബിൾ സ്പേസ് മിക്ക ആൾക്കാർക്കും, എക്സെപ്ഷൻ കേസുകളുണ്ട്, മിക്ക ആൾക്കാർക്കും എന്തായിരിക്കും, അവനവന്റെ വീടായിരിക്കും. അപ്പോ ഞാൻ ഇത്തരത്തിലുള്ള ഓപ്പൺ സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് നല്ലോണം അല്ലെങ്കിൽ മാക്സിമം സേഫ് ആയിട്ട് എന്റെ ഭയങ്കര കംഫർട്ടബിൾ സ്പേസിലേക്ക് റിട്ടേൺ എത്താൻ പറ്റുമോ എന്നുള്ളതാണ് ആരുടെ പേടി?
അഗോറഫോബിക് ആയിട്ടുള്ള ആൾക്കാരുടെ പേടി. ഇനി ആലോചിച്ച് നോക്കൂ, നമുക്ക് ഈ രണ്ട് ഡിസോർഡറും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന ആള് അഗോറഫോബിക് ആണെങ്കിൽ നമ്മൾ അതിനെ ആരാക്കും? സോഷ്യൽ ഫോബിയ ആക്കും. നിങ്ങൾക്ക് ക്ലിയർ ആയോ പറഞ്ഞ കോൺസെപ്റ്റ്? ഇത്രയേ ഉള്ളൂ. സോഷ്യൽ ഫോബിയ ആയിട്ടുള്ള ഒരാളാണ് വരുന്നത്, അയാൾക്ക് കല്യാണ വീട് അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്ഥലം പേടിയാന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആസ് എ സൈക്കോളജിസ്റ്റ് നമുക്ക് ചോദിക്കാൻ പറ്റണം, എടാ ഈ സിറ്റുവേഷനിലേക്കൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ എടോ ഈ സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ മറ്റുള്ളവർ തന്നെ ജഡ്ജ് ചെയ്യുമോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മൾ നോക്കുവോ, അതൊക്കെയാണോ തന്റെ പേടി? അങ്ങനെ ആലോചിച്ചിട്ടാണോ ഈ പേടി വരുന്നത്? അതോ അവിടുന്ന് സേഫ് ആയിട്ട് തനിക്ക് തിരിച്ചെത്താൻ പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പൊ ചില ആൾക്കാർ, ഒരു പേഷ്യന്റ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു കല്യാണ വീട്ടിൽ പോകുമ്പോൾ ഇതിന്റെ മുകളിൽ ഇങ്ങനെ കുറെ കർട്ടൻ പരിപാടിയൊക്കെ അടിച്ചിട്ടുണ്ടാവല്ലോ അവരുടെ ഇന്റീരിയർ പരിപാടിയൊക്കെ ആയിട്ട്, അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് തലേ വീഴും, എനിക്ക് സേഫ് ആയിട്ട് എന്റെ കാറിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് അത്ര ആ പേഷ്യന്റിന്റെ പേടി. ഒന്ന് ആലോചിച്ച് നോക്കുക അതിന്റെ ഒരു സിവിയാരിറ്റി. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർ, ചുറ്റുള്ള ആൾക്കാർ ചിരിക്കും. കാരണം നമുക്ക് ഇതൊക്കെ ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ആലോചിക്കണം? ഇതൊക്കെ നമ്മുടെ ഓട്ടോമാറ്റിക് തോട്ടാ. ആ ഡിസോർഡറിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വരുന്ന തോട്ട്സ് ആണ് ഇതൊക്കെ. ആസ് എ സൈക്കോളജിസ്റ്റ് ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ, നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന സൈക്കോളജിസ്റ്റ് ആണ്, അത് തന്നെയാണല്ലോ നമ്മുടെ സൈക്കോളജിസ്റ്റിയുടെ ഹൈലൈറ്റ്. ഇത് ക്ലാസ് എടുക്കുമ്പോ ഇന്ന ഡിസോർഡർ എന്താണെന്ന് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. അത് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാലും ചാറ്റ് ജിപിടിയോട് ചോദിച്ചാലും ഗൂഗിളിനോട് ചോദിച്ചാലും അല്ലെങ്കിൽ DSM ICD ഒക്കെ വായിച്ചാൽ നമുക്ക് കിട്ടും. ഇന്ന ഡിസോർഡർ സാധാരണക്കാരിൽ എങ്ങനെ കാണുന്നു, നാളെ നമ്മൾ കൺസൾട്ടേഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഇത് കിട്ടുക. ഇത് ഈ രീതിക്ക് പഠിക്കണതാണ് ഏറ്റവും നല്ലത്. അബ്നോർമൽ സൈക്കോളജി അല്ലെങ്കിൽ നമ്മുടെ ഡിസോർഡേഴ്സ് ഏറ്റവും നല്ലത് ഇങ്ങനെ പഠിക്കണതാണ്. ഇതേപോലെ ഞാൻ എന്റെ 5 കൊല്ലം പഠിച്ചപ്പോ പഠിച്ചിട്ടില്ല. കാരണം എനിക്കിതാരും പറഞ്ഞു തന്നിട്ടില്ല, എനിക്കിത് അറിയില്ലായിരുന്നു. ഞാൻ എറണാകുളത്താണ് ആദ്യം PG കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ പോകുമ്പോ ഓരോ ഡിസോർഡർ ഈ തത്തമ്മ പൂച്ചാന്ന് പഠിക്കണ പോലെ ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ വാങ്ങിച്ച് ഞാൻ പാസ്സായെങ്കിലും ഓരോന്ന് ചോദിക്കുമ്പോ എനിക്ക് ടെൻഷനാ. പാനിക് അറ്റാക്ക് എന്താ, സോഷ്യൽ ഫോബിയ എന്താ, അഗോറഫോബിയ എന്താന്ന് ചോദിക്കുമ്പോ ക്രൈറ്റീരിയ ഞാൻ പറയുന്നുണ്ട്, പക്ഷെ എന്റെ മുന്നിലിരിക്കുന്ന പേഷ്യൻസ് ഒന്നും ആയിട്ട് എനിക്ക് ഇത് ഉണ്ടാവുന്നില്ല, റിലേറ്റബിൾ ആവുന്നില്ല. അപ്പോഴാണ് അവിടുത്തെ സാറാണ് എനിക്ക് പറഞ്ഞു തരുന്നത്, നീ പഠിക്കുമ്പോ സാധാരണ ഒരു മനുഷ്യന് ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ റിലേറ്റബിൾ ആയിട്ട് പഠിക്കാൻ. അതേ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അഫാമാം എടുക്കുന്ന കേസുകൾ, നമ്മൾ എടുക്കുന്ന കേസുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇപ്പൊ കേസായിട്ടല്ല, നിങ്ങളുടെ ചുറ്റും കണ്ട ഒബ്സർവേഷൻസ് ഒക്കെ നമുക്ക് ഇതിലൂടെ പറയാനായിട്ട് പറ്റും. ഓക്കെ ആണോ? നമ്മുടെ സൈക്കോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഡിസോർഡേഴ്സ് തുടങ്ങാനായിട്ട് ഒരു ക്യൂരിയോസിറ്റി വരുന്നില്ല? ഈ ഡിസോർഡേഴ്സ് പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഡിസോർഡേഴ്സിന്റെ ക്ലാസ് എടുക്കാനും അല്ലെങ്കിൽ ഡിസോർഡേഴ്സിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ. ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നല്ലൊരു പേപ്പറാണ് ഇതെന്ന് പറയണേ. ഓക്കെ അല്ലേ? എല്ലാവരും പോയ ഉറക്കം വരുന്നുണ്ടോ? ഇല്ല, ഓക്കെ മാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് 3 ബ്ലോക്ക് ആണ് ഉള്ളത്. 3 ബ്ലോക്കിലും കൂടെ നമുക്ക് 12 യൂണിറ്റ് ആണ് ഉള്ളത്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. ഇനി ആസ് യൂഷ്വൽ നമുക്ക് നോക്കാം ഈ ഇൻട്രൊഡക്ഷനിൽ എന്താ അവർ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മള് 4 ടോപ്പിക്കാണ് മെയിൻ ആയിട്ട് നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 വരുന്നത്. ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് അവർ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഡിഫൈൻസ് ദ കോൺസെപ്റ്റ് ഓഫ് അബ്നോർമാലിറ്റി ആൻഡ് നോർമാലിറ്റി. എന്താണ് അബ്നോർമാലിറ്റി, എന്താണ് നോർമാലിറ്റി എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അവർ ഡിഫൈൻ ചെയ്ത് തരുന്നുണ്ട് യൂണിറ്റ് 1. പിന്നെ ആൻഡ് എക്സ്പ്ലെയിൻസ് ഹൗ ഡു വി ഡിഫൈൻ എ സൈക്കോളജിക്കൽ ഡിസോർഡർ. എങ്ങനെയാണ് ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക എന്നുള്ള കാര്യം പറയുന്നു. പിന്നെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ആണ്, അതായത് നമ്മുടെ ഈ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ മോഡേൺ ക്ലാസിഫിക്കേഷൻ എങ്ങനെ വന്നു, ഇതിനൊക്കെ ഒരു ഹിസ്റ്ററി ഉണ്ടാവില്ലേ. നമ്മൾ അബ്നോർമൽ പഠിക്കുമ്പോഴോ ഡെവലപ്മെന്റിൽ പഠിക്കുമ്പോഴോ സോഷ്യൽ പഠിക്കുമ്പോഴോ ഒക്കെ ഇതിനൊരു എവല്യൂഷൻ ഉണ്ട്. ഇത് എവിടെ നിന്നെങ്കിലും ഇങ്ങനെ എന്താണ് ഇയേഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ പ്രൊപ്പോസ് ചെയ്ത ആൾക്കാരെ വെച്ചിട്ട് ഒരു ഹിസ്റ്ററി ഉണ്ടാവും. അത് നമ്മൾ ഇതിൽ നോക്കുന്നുണ്ട്. പിന്നെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ, ദാറ്റ് മീൻസ് നമ്മൾ മെയിൻ ആയിട്ട് 2 ക്ലാസിഫിക്കേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്, ICD-യും അതേപോലെ തന്നെ DSM-ഉം. പേര് പരിചിതമായിരിക്കട്ടോ, നമ്മുടെ 2 വലിയ ടെക്സ്റ്റ് ബുക്കുകളാണ് റെഫർ ചെയ്യാനുള്ളത്, ICD അതേപോലെ തന്നെ DSM-ഉം. DSM ക്രൈറ്റീരിയ, ICD ക്രൈറ്റീരിയ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ICD ആണ് നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ICD. പിന്നെ ഈ ICD-യിൽ ഓരോ ഡിസോർഡേഴ്സിനും ഇപ്പൊ സോഷ്യൽ ഫോബിയക്ക്
അഗോറഫോബിയയ്ക്ക്, ഡിപ്രഷന്, സ്കീസോഫ്രീനിയയ്ക്ക്, ഇങ്ങനെ ഓരോ ഡിസോർഡേഴ്സിനും അതിൻ്റെതായിട്ടുള്ള കോഡുകളുണ്ട്. അപ്പൊ ICD കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എന്ത് ചെയ്യുന്നത്, ഡയഗ്നോസിസ് വെക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഇന്റേൺഷിപ്പിനൊക്കെ പോകുമ്പോൾ അവരുടെ പ്രൊവിഷണൽ ഡയഗ്നോസിസ് അല്ലെങ്കിൽ ഈ ആൾക്ക് എന്ത് അസുഖമാണെന്ന് അവിടെ എഴുതുമ്പോൾ ചിലപ്പോൾ കോഡായിരിക്കും ഉണ്ടാവുക F42. F42 എന്ന് കേൾക്കുമ്പോ കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ തുടക്കം നമുക്ക് പഠിക്കാൻ പറ്റുമെന്നില്ല. ചിലപ്പോ കുറച്ച് നാൾ കഴിയുമ്പോ ഓക്കെ F42 ഈസ് എന്താണ്, OCD ആണ്. അപ്പൊ ഈ പേഷ്യന്റ് എന്താണ്, OCD ആണ്, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇത്തരത്തിലുള്ള ICD കോഡ് ഉണ്ട്. അപ്പൊ DSM എന്തിനാ നമ്മൾ കൂടുതൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ പഠിക്കാൻ നമുക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ കമ്പാരിറ്റീവ്ലി DSMലെ ക്രൈറ്റീരിയാസ് ആണ്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ DSM വെച്ചിട്ടല്ല നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ഔട്ട് ഓഫ് ഇന്ത്യ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, DSM കൂടുതലായിട്ട് ഡയഗ്നോസിസ് വെക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1-ൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് അബ്നോർമാലിറ്റി, എന്താണ് നോർമാലിറ്റി, അതേപോലെ നമ്മൾ സൈക്കോളജിക്കൽ ഡിസോർഡറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും, ഹിസ്റ്റോറിക്കൽ പെർസ്പെക്ടീവ് ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, പിന്നെ വരുന്നത് ക്ലാസിഫിക്കേഷൻ അപ്രോച്ച് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ടെക്സ്റ്റിലെ ഇൻട്രൊഡക്ഷൻ പാർട്ട് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ സൈക്കോസ്റ്റയുടെ നോട്ട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഒറ്റ മിനിറ്റ്. ഓക്കെ, കാണുന്നില്ലേ? കാണുന്നുണ്ട്. അപ്പോ നമ്മുടെ ഏറ്റവും കൂടുതൽ സ്റ്റഡി പ്ലാനിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കോൺസെപ്റ്റ് ഓഫ് അബ്നോർമാലിറ്റി ആൻഡ് നോർമാലിറ്റി എന്നുള്ളത്. അതിൽ തന്നെ നോർമാലിറ്റി ആണ് എടുത്തു ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ഞാൻ എന്റെ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറയാം, എന്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ എന്റെ എസ് ചിലപ്പോ ഒരു വര പോലെയാണ് ഇരിക്കാറുള്ളത്. എന്റെ എസ്സിന് അത്ര കുനിപ്പ് പരിപാടിയൊന്നും ഇല്ല. അതുപോലെ എന്റെ ആറിനും എന്തോ ഒരു വികലാംഗത്വം ഉണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാക്ക് വായിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ അവിടെ ഒന്നെങ്കിൽ എസ്സോ അല്ലെങ്കിൽ ആറോ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാക്ക് ക്ലിയർ ആവും കേട്ടോ. ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പൊ യൂണിറ്റ് 1 ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതില് കോൺസെപ്റ്റ് ഓഫ് അബ്നോർമാലിറ്റി ആൻഡ് നോർമാലിറ്റി. പൊതുവെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ചില ആൾക്കാരെ പറയാറില്ലേ, ഇയാൾ നോർമൽ എല്ലാം തോന്നുന്നു, അല്ലെങ്കിൽ ഇയാൾ അബ്നോർമൽ എല്ലാം തോന്നുന്നു എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. നമ്മുടെ ഒരു കോൺസെപ്റ്റില് ഈ നോർമൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താണോ ചെയ്യുന്നത് അതാണ് നോർമൽ. അതിന് വ്യത്യസ്തമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അബ്നോർമൽ ആയിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, പെർസീവ് ചെയ്യാറുള്ളത്. എപ്പോഴും ഈ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചോളൂ കേട്ടോ. ഇന്നാള് നോർമൽ അല്ല അല്ലെങ്കിൽ അബ്നോർമൽ അല്ല എന്ന് പറയുമ്പോൾ ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ സൊസൈറ്റി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള വേയിൽ ചെയ്തു പോകുന്ന ആൾക്കാരെ നോർമൽ ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാനും അതിന് വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ആൾക്കാരെ അബ്നോർമൽ ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാനും എന്തുണ്ട്, ഒരു ടെൻഡൻസി ഉണ്ട്. ഇനി നോർമാലിറ്റി ഇംപ്ലൈസ് കൺഫോമിംഗ് ടു റൂൾസ്, സ്റ്റാൻഡേർഡ്സ്, പാറ്റേൺസ്, whereas abnormality means deviation from rules and standards. എന്താണ് നോർമാലിറ്റി എന്ന് പറയുന്നത്? നമ്മുടെ ചുറ്റുമുള്ള റൂൾസ്, സ്റ്റാൻഡേർഡ്സ്, പാറ്റേൺസ്, എത്തിക്സിനൊക്കെ അനുസരിച്ച് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ നോർമൽ എന്നും ഈ റൂൾസിനും സ്റ്റാൻഡേർഡ്സിനും പാറ്റേൺസിനും ഈ എത്തിക്സിനും ഒക്കെ വിപരീതമായിട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ അബ്നോർമൽ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരെന്നാണ് എന്ത് ചെയ്യാറുള്ളത്, പൊതുവെ പറയാറുള്ളത്. അതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. ഇനി ക്രൈറ്റീരിയ ഫോർ നോർമാലിറ്റി ആണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. ക്രൈറ്റീരിയ ഫോർ നോർമാലിറ്റിയില് ഫസ്റ്റ് വൺ ആണ് നോർമാലിറ്റി ആസ് ഹെൽത്ത്. നോർമാലിറ്റി ആസ് ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ ഒരാള് ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് മീൻസ് ആബ്സെൻസ് ഓഫ് സിക്നെസ് ഈസ് നോർമൽ. ഒരാൾക്ക് ഹെൽത്തി ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തുണ്ടാവില്ല, ഫിസിക്കൽ ആയിട്ടുള്ളതോ അതല്ലെങ്കിൽ മെന്റൽ ആയിട്ടുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും
പ്രത്യക്ഷത്തിൽ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? എ പേഴ്സൺ ഈസ് നോർമൽ ഇഫ് ദർ ഈസ് നോ ഫിസിക്കൽ ഓർ മെന്റൽ ഇൽനെസ്. ആൾക്ക് മെന്റൽ പരമായിട്ടോ അല്ലെങ്കിൽ മാനസികപരമായിട്ടോ ശാരീരികപരമായിട്ടോ കാര്യമായ തക്ക രീതിയിൽ എന്തില്ല, യാതൊരുവിധ സിക്നസ്സും ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ നമ്മൾ നോർമൽ എന്നാണ് പറയാ. അതിനെയാണ് നമ്മൾ നോർമാലിറ്റി ആസ് ഹെൽത്തിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുന്നത്. ഇപ്പൊ ഒരു ആള് പറയാണ്, ഒരു എക്സാമിന് കയറുമ്പോ നമുക്ക് ടെൻഷൻ ഉണ്ടാവൂലെ? ആസ് യൂഷ്വൽ ടെൻഷൻ ഉള്ള ആൾക്കാരുണ്ട്, ഭയങ്കര ടെൻഷൻ ആവുന്ന ആൾക്കാരുണ്ട്, യാതൊരുവിധ വികാരം ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, കൂടുതൽ ആൾക്കാര് ഇപ്പൊ ഞാൻ എക്സാമിന് കയറുമ്പോ എനിക്കൊരു ടെൻഷനും ഇല്ലെങ്കിൽ നമ്മൾ എന്താ പൊതുവെ പറയാറ്? ഇവരെന്ത് നോർമൽ ആയിട്ട് ഇരിക്കുന്നേ, അല്ലെങ്കിൽ ഇവളെന്ത് നോർമൽ ആയിട്ട് ഇരിക്കുന്നേ, അങ്ങനെ നമ്മൾ പറയാറുണ്ട് അല്ലെ? സോ ആസ് എ ഹെൽത്ത് ബേസിസിൽ നോർമാലിറ്റി എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് സിക്നസിനെയാണ്. എന്തില്ല, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരാളെ, അല്ലെങ്കിൽ മെന്റലി ഓർ ഫിസിക്കലി യാതൊരുവിധ ഇൽനെസ്സും ഇല്ലാത്ത ഒരാളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർമൽ ആയിട്ട് കണക്കാക്കുന്നത്. അടുത്തത് നോർമാലിറ്റി ആസ് ഐഡിയൽ ആണ്. നോർമാലിറ്റി ആസ് ഐഡിയൽ എന്ന് പറഞ്ഞിട്ട് ഉട്ടോപ്പിയ എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്താ ഉട്ടോപ്പിയ എന്ന് കൊടുക്കാൻ കാരണം? ഉട്ടോപ്പിയ എന്താണ്? അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു എന്താ അതിന് പറയാ, ഒരു ഉദാഹരണം എന്നൊക്കെ പറയണമല്ലോ, നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന സ്ഥലമാണല്ലേ, അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഐഡിയൽ ആയിട്ടുള്ള ഒരു വേൾഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണ പോലെയൊക്കെയാണ് ഉട്ടോപ്പിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ബ്രാക്കറ്റിൽ ഉട്ടോപ്പിയ എന്ന് കൊടുത്തിരിക്കുന്നത്. Normality as ideal says that normality does not mean only being free from disease, but achieving an ideal state like Rogers' fully functioning person, Maslow's self-actualized person, or Alport mature personality. ഈ നോർമാലിറ്റി എന്ന് ആസ് എ ഐഡിയൽ എന്ന് പറയുന്നത് ഇവര് പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് അസുഖമില്ലാത്ത അവസ്ഥയിൽ എല്ലാവരും നോർമൽ ആണ് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതല്ലെങ്കിൽ ഡിസീസിൽ നിന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഇന്നാള് നോർമൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം ഒരു ഐഡിയൽ സ്റ്റേറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റാണ്. എന്തുപോലെ? റോജറിന്റെ ഫുള്ളി ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ പോലെ, അല്ലെങ്കിൽ മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സിലെ സെൽഫ് ആക്ച്വലൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണെ പോലെ, ആൽബോർട്ടിന്റെ മെച്യൂർ പേഴ്സണാലിറ്റി, ആ ഒരു എക്സ്ട്രീം തലത്തിലേക്ക് നമ്മുടെ ഒരു എന്താ പറയാ, സാധാരണ നമ്മൾ കാണുന്ന ജീവിതത്തിൽ നിന്നൊക്കെ വേറൊരു സെൽഫ് ആക്ച്വലൈസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫുള്ളി ഫങ്ഷനിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മെച്യൂർ പേഴ്സണാലിറ്റിക്കൊക്കെ നമ്മൾ എത്തുമ്പോ അതാണ് എന്ത് പറയുന്നത്, നോർമാലിറ്റി ആസ് ഐഡിയൽ. ആ ഉട്ടോപ്പിയ എന്ന് കൊടുക്കാൻ കാരണം, ഉട്ടോപ്പിയ നമ്മളൊരു ഐഡിയൽ ഇതായിട്ടാണ് എപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഉട്ടോപ്പിയ എന്നുള്ളൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ എഴുതിയ നോട്ടിൽ, അതായത് ഞാൻ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ടിൽ അത് മെൻഷൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് നോർമാലിറ്റി ആസ് ആവറേജ് ആണ്. നോർമാലിറ്റി ആസ് ആവറേജിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ എപ്പോഴും കൂടുതൽ ആൾക്കാർ എന്താണോ ചെയ്യുന്നത്, ഇപ്പൊ ഒരു 10 പേരില് 8 കുട്ടികളും എന്താണ് നല്ലോണം പഠിക്കുന്നു, 2 കുട്ടികൾ പഠിക്കുന്നില്ല. ആവറേജ് എടുത്ത് നോക്കുമ്പോ 8 കുട്ടികളല്ലേ നല്ലോണം പഠിക്കണം. അപ്പൊ നമ്മൾ എന്ത് പറയും? നോർമാലിറ്റി ആസ് ആവറേജ് എന്നുള്ള കോൺസെപ്റ്റില് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നല്ലോണം പഠിക്കുന്ന കുട്ടികളാട്ടോ എന്നാണ് നമ്മൾ പറയാ. ആ 2 കുട്ടികളെ നമ്മൾ അങ്ങനെ എന്താക്കും? എക്സെപ്ഷൻ കേസ് ആയിട്ട് വിടും. സോ അതിനെയാണ് നോർമാലിറ്റി ആസ് ആവറേജ് എന്ന് പറയുന്നത്. ഇപ്പോ ആവറേജ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താ? നോർമലാ. ഒരു കുട്ടികളുടെ ഇന്റലിജൻസ് നമ്മൾ ഒരു സ്കൂളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും ആവറേജ് ഇന്റലിജൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇറ്റ്സ് ഒരു നോർമൽ റേറ്റ് ആണ്. ഇപ്പൊ ഒരു 90 to 109 അങ്ങനെ എന്തോ ആണ് ആവറേജ് ഇന്റലിജൻസിന്റെ റേറ്റ് വരുന്നത്. സോ അതൊരു എന്താണ് നോർമൽ രീതിയിലാക്കി. അതേപോലെ എക്സ്ട്രീംലി ലോ ആയിട്ടുള്ളതാണെങ്കിൽ, എക്സ്ട്രീംലി ലോ IQ ലെവൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും കുട്ടി അബ്നോർമൽ ആണ്. അതല്ലെങ്കിൽ എക്സ്ട്രീംലി ഹൈ, ഭയങ്കര 140 നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഹൈലി ഇന്റലിജന്റ് ആണ്, അതും അബ്നോർമൽ ആണ്. അപ്പൊ കൂടുതൽ ആൾക്കാരിൽ എന്താണോ കാണുന്നത് അതിനെ നമ്മൾ കോൺസെപ്റ്റലൈസ് ചെയ്യുക എങ്ങനെയാണ്? ഭയങ്കര നോർമൽ ആയിട്ടാണ്. ഇത് മൂന്നും ക്ലിയർ ആണോ? നോർമാലിറ്റി ആസ് ഹെൽത്ത്, നോർമാലിറ്റി ആസ് ഐഡിയൽ, നോർമാലിറ്റി ആസ് ആവറേജ്. ക്ലിയർ ആണോ? സ്പീഡ് കൂടുന്നെങ്കിൽ പറയണ്ട. പൊതുവേ ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് കുറച്ച് സ്പീഡ് കൂടുതലാണ്. ഓക്കെ, അടുത്തത് നോർമാലിറ്റി ആസ് സോഷ്യലി ആക്സെപ്റ്റബിൾ ആണ്. നോർമാലിറ്റി ആസ് സോഷ്യൽ ആക്സെപ്റ്റബിൾ എന്ന് പറയുന്നത് സോഷ്യൽ നോംസ് ഡിറ്റർമൈൻ നോർമാലിറ്റി, ദാറ്റ് ഈസ് ബിഹേവിയർ വിച്ച് കൺഫേംസ് ടു ദ സോഷ്യൽ നോം ഈസ് നോർമൽ. നമ്മള് സൊസൈറ്റി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് എന്താണ്? നോർമൽ ആയിട്ടാണ് പൊതുവേ നമ്മൾ കാണാറുള്ളത്. പണ്ട് ഇപ്പൊ നമ്മളൊന്ന് ആലോചിക്കും, ഒരു 15 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം ബാക്ക്
ഒരു ഇന്റർകാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇന്റർ റിലീജിയൻ മാരേജ് നമുക്ക് ഭയങ്കര ഭൂകമ്പമായിരുന്നു. ഇപ്പോഴും ഭൂകമ്പമായിട്ട് എടുക്കുന്ന വീട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇപ്പൊ കൂടുതൽ ആൾക്കാരൊക്കെ ഇപ്പൊ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് കാസ്റ്റ് ബേസിസിലുള്ള കാര്യങ്ങളൊക്കെ വിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ പണ്ടത്തെ വെച്ച് നോക്കുമ്പോ ഇപ്പൊ അത് കുറച്ചും കൂടെ എന്താണ് കോമൺ ആയിട്ടുള്ളതാണ്. സോ അതെന്തായി കുറച്ചും കൂടെ സോഷ്യലി ആക്സെപ്റ്റബിൾ ആയപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, നോർമലൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ സൊസൈറ്റി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, സോഷ്യൽ റൂൾസ് അല്ലെങ്കിൽ സോഷ്യൽ നോംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നോർമലൈസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് നോർമാലിറ്റി ആ സോഷ്യലി ആക്സെപ്റ്റബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ചത്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വെഡിങ്ങുകള് ഇപ്പൊ ഒരു 2-3 years ആയിട്ട് ഹൽദി, മെഹന്തി, സംഗീത് നൈറ്റ്, അങ്ങനത്തെ കുറെ ബ്രൈഡ് ടു ബി, അങ്ങനത്തെ കുറെ ഫംഗ്ഷൻസ് നമ്മൾ നടത്താറുണ്ട് അല്ലെ. അത് തുടങ്ങിയ കാലത്ത് അതൊക്കെ അബ്നോർമൽ ആയിരുന്നു. എന്തോരം പൈസ ആൾക്കാർ ഈ പൊട്ടിക്കണം, എന്താ ഇതിന്റെയൊക്കെ ആവശ്യം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ഒരു നാട്ടിൻപുറത്ത് അങ്ങനെയൊക്കെ ഞാൻ പറയണ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇതെന്താ, ഈ പറഞ്ഞ ആൾക്കാരുടെ മക്കളുടെ കല്യാണമൊക്കെ എന്തായിട്ട് നടത്തണേ, ഈ ഹൽദിയും മെഹന്തിയും ബ്രൈഡ് ടു ബിയും തലേ ദിവസത്തെ പാർട്ടിയും സംഗീത് പാർട്ടിയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടന്നത്. സോ അതെന്തായി, കൂടുതൽ ആൾക്കാർ ചെയ്യാൻ തുടങ്ങി സോഷ്യലി. അപ്പൊ അത് എന്തായി തുടങ്ങി, ആവറേജ് എടുത്തു നോക്കുമ്പോൾ മിക്ക ആൾക്കാരും ചെയ്യുന്നുണ്ട്. സോ സോഷ്യലി അത് ആക്സെപ്റ്റബിൾ ആണ്, ഇറ്റ്സ് വെരി നോർമൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ അറിയാതെ അങ്ങോട്ട് എത്തുകയാണ്. സോ സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ നോംസ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ പൊതുവെ നോർമാലിറ്റി ആയിട്ടാണ് കാണാറ് ഉള്ളത്. അടുത്തത് നോർമാലിറ്റി ആസ് എ പ്രോസസ് ആണ്. നോർമാലിറ്റി ആസ് എ പ്രോസസ്സില് normality defined as process defines it temporarily, that is over time as an individual passes through different developmental phases, his or her behavior is evaluated according to given phase. എന്താ പറയുന്നത് നോർമാലിറ്റി ആസ് എ പ്രോസസ്സില്? അതായത് ഈ നോർമാലിറ്റി ആണ് പറയുന്നത് ഈ ഏജ് ഡിപ്പെൻഡന്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന ഓരോരോ ഫേസിലും അത് എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കും. അതായത് ഇപ്പൊ ഭയങ്കര കുഞ്ഞു കുട്ടികള് കൈവിരല് കുടിക്കാറുണ്ടല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ടാവും. തമ്പ് ഭയങ്കരമായിട്ട് സക്ക് ചെയ്ത കുട്ടികള്, അത് കുഞ്ഞു കുട്ടികള് ഒരു 3-4 വയസ്സ് വരെ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കുറച്ചും കൂടെ നോർമലൈസ് ചെയ്ത് വിടും. അതേ സാധനം ഒരു 15-16 വയസ്സുള്ള കുട്ടി രാത്രി കിടന്നുറങ്ങുമ്പോൾ കൈ ചപ്പി കുടിച്ചുകൊണ്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താ, നമുക്ക് ഭയങ്കര ഓക്വേർഡ് ആണല്ലേ. അതാ പറയുന്നത് നോർമാലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണ്. ചില ഏജില് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഭയങ്കര നോർമലും, കുറച്ച് നാള് കഴിഞ്ഞിട്ട് ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഭയങ്കര അബ്നോർമൽ ആണ്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരു 3-4-5 വയസ്സുള്ളപ്പോഴൊക്കെ അടിയുടുപ്പ്, ഇപ്പൊ ഞാൻ റിലേറ്റബിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ എന്റെ നാട്ടിൻപുറത്തൊക്കെ അടിയുടുപ്പിട്ടൊക്കെ നമ്മൾ നടക്കും അല്ലെ, നമ്മുടെ യൂണിഫോമിന്റെ അടിയിൽ അടിയുടുപ്പ് അല്ലെങ്കിൽ പെറ്റിക്കോട്ട് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ നടക്കാറുണ്ട്. അതേ സാധനം ഇപ്പൊ എനിക്ക് 10-24-25 വയസ്സായി, അതേ സാധനം ഞാൻ ഇപ്പൊ എന്റെ നാട്ടിൻപുറത്ത് ഇട്ട് കഴിഞ്ഞാൽ അവര് പറയും, ഇന്ന ആളുടെ മോൾക്ക് ഇത് എന്താ, അത് തുണിയൊക്കെ കുറഞ്ഞു വരിക അല്ലെ, അതുകൊണ്ടാണ് ഇത് ഉണ്ടാവണം, ഇതുകൊണ്ടാണ് മറ്റൊന്നുണ്ടാവണം എന്നൊക്കെ അവർ പറയും. സോ ഓരോ ഏജിലും നമ്മൾ ഇതൊക്കെ കണക്റ്റഡ് ആട്ടോ. ഓരോ ഏജിലും സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് ചെയ്യുമ്പോൾ നോർമലും അതിന് വ്യത്യസ്തമാവുമ്പോൾ അബ്നോർമലും ആണ്. അപ്പൊ നമ്മുടെ അടുത്ത് ഇത് എക്സാമ്പിൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എക്സാമ്പിൾ ചെയ്ത്, ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ റിലേറ്റ് ആയിട്ടുണ്ടാവാം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എക്സാമ്പിൾസ് ഓർമ്മ വന്നിട്ടുണ്ടാവാം. സോ ഇതൊക്കെ എഴുതുമ്പോൾ എക്സാമ്പിൾസ് കൂട്ടി എഴുതുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ക്ലിയർ ആണോ കോൺസെപ്റ്റ് ഓഫ് നോർമാലിറ്റി? ആണ് മാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഒരു പ്രശ്നവും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാം. ഓക്കെ, അടുത്തത് ക്രൈറ്റീരിയ ഓഫ് അബ്നോർമാലിറ്റി അഥവാ കോൺസെപ്റ്റ് ഓഫ് അബ്നോർമാലിറ്റി ആണ്. അതിൽ ഒന്നാമത്തെയാണ് ഡിസ്ട്രസ് എന്ന് പറയുന്നത്. ഒരാൾ അബ്നോർമൽ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് മേ ബി ഡിസ്ട്രസ് ഉണ്ടാവാം. അതാണ് ആ ഒരു കോൺസെപ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. ഡിസ്ട്രസ് എന്ന് പറയുന്നത് ഒരു മെന്റൽ സഫറിംഗ് ആണ്. ഇറ്റ് ഡിഫൈൻഡ് ആസ് മെന്റൽ സഫറിംഗ് ഓർ മെന്റൽ അഗോണി. എന്തായിരിക്കും മെന്റൽ സഫറിംഗ് എന്ന് പറയുന്നത്? ഇതൊക്കെ നമുക്ക് കുറച്ച് എന്താണ്, നമ്മൾ എല്ലാ ദിവസവും നമുക്ക് ഒരേ മൂഡായിരിക്കുമോ? ചില ദിവസം നമ്മൾ ഭയങ്കര ഹൈപ്പർ ആയിരിക്കും, ചില ദിവസം നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, ചില ദിവസം ചില സമയങ്ങളിൽ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവും. ആ ഒരു ഡിസ്ട്രസ് എന്ന് പറയുന്നത് നമുക്കൊരു മെന്റൽ പെയിൻ ഫേസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു സിവിയർ ആയിട്ടുള്ള ഒരു മെന്റൽ സഫറിങ്, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല, നമുക്ക് സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ കൊഗ്നിഷൻ എല്ലാം എന്താണ് ഒന്ന് സ്റ്റക്ക് ആയ പോലെ, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ഫ്ലോയില് നമുക്ക് ബാക്ക് ടു നോർമൽ ആക്കാനായിട്ട് നമ്മൾ സഫർ ചെയ്തുകൊണ്ടിരിക്കണേനെ നമ്മൾ അബ്നോർമൽ ആയിട്ടാണ് കണക്കാക്കുക. സോ ഡിസ്ട്രസ് എന്ന് പറയുന്നത് എന്താണ്?
അബ്നോർമൽ ആണ് എന്ന് ഇപ്പൊ അബ്നോർമൽ സൈക്കോളജി എടുക്കുമ്പോൾ ഞാൻ ആദ്യം പറയേണ്ട ഒരു കാര്യം മറന്നുപോയി. ഇതില് കുറെ ക്രൈറ്റീരിയ നമ്മൾക്ക് ഉണ്ടാവും, നമ്മുടെ വീട്ടിലെ ആൾക്കാർക്ക് ഉണ്ടാവും, നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർക്ക് ഉണ്ടാവും, നമ്മുടെ റിലേറ്റീവ്സിന് ഉണ്ടാവും. എന്ന് വെച്ച് ഇവർക്കൊക്കെ ആ അസുഖമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ ഡിപ്രഷന്റെ സിംറ്റംസ് നമുക്കുണ്ട്, പക്ഷെ അതൊക്കെ ട്രൈറ്റുകളാണ്. നമ്മൾ പഠിക്കുന്നത് ഹ്യൂമൻ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ മനുഷ്യന്മാരിൽ കാണുന്ന അസുഖങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മെന്റലി വരുന്ന അസുഖങ്ങൾ. അപ്പൊ ഇതിന്റെ ഒക്കെ ട്രൈറ്റ് നമുക്ക് ഉണ്ടാവും. ഈ ട്രൈറ്റുകളൊക്കെ എപ്പോഴാണ് ഡിസോർഡർ ആവണേന്ന് വെച്ചാൽ ഈ ട്രൈറ്റ് കാരണം നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല, വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല, മക്കളുടെ കാര്യം നോക്കാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതൊരു ഡിസോർഡർ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം പോലും വരുന്നുള്ളൂ കേട്ടോ. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അയ്യോ ഇത് എനിക്കുണ്ടല്ലോ, ഞാൻ അബ്നോർമൽ ആണല്ലോ, അങ്ങനെ ഒന്നും ആരും കണക്ട് ചെയ്ത് പോകണ്ട. അതുകൊണ്ട് ഒരു ഇത് പറഞ്ഞതാണ്. ചില കുട്ടികൾ അങ്ങനെ ചെയ്യാറുണ്ട്, കാരണം അത് നമുക്ക് ചിലപ്പോൾ മെന്റലി ഭയങ്കര സഫറിങ് ആയിട്ട് മാറും. അപ്പൊ ഡിസ്ട്രസ് എന്ന് പറയുന്നത് ഒരു മെന്റൽ സഫറിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മെന്റൽ അഗണി, അല്ലെങ്കിൽ ഒരു മെന്റൽ ഒരു സിവിയർ ആയ ഒരു മെന്റൽ പെയിൻ ഒക്കെ നമുക്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി അദ്ദേഹം എന്താവാം, അബ്നോർമാലിറ്റിയിലേക്ക് പോവാം. അടുത്തത് സോഷ്യൽ ഡിസ്കംഫർട്ട് ആണ്. സോഷ്യൽ ഡിസ്കംഫർട്ട് എന്ന് പറഞ്ഞാൽ another indicator of abnormality is violation of an implicit or unwritten rule by an individual that cause discomfort to others. സോഷ്യൽ ഡിസ്കംഫർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള വേ ആണ് നോർമൽ എന്ന് പറഞ്ഞല്ലോ. ആ സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള വേ ഈ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ല അല്ലെ, റിട്ടേൺ ആയിട്ട് ഇതൊക്കെയാണ് സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യുക, സോ നിങ്ങൾ ഇത് ഫോളോ ചെയ്യൂ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടില്ല. അതിലാണ് നമ്മുടെ അബ്നോർമൽ നോർമാലിറ്റി കോൺസെപ്റ്റ് വന്നത്. കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നോ അത് സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ട് മാറി. സോഷ്യൽ ഡിസ്കംഫർട്ട് എന്ന് പറയുമ്പോൾ ഈ അൺറിട്ടൺ ആയിട്ടുള്ള സോഷ്യൽ റൂൾസ് നമ്മൾ അനുസരിക്കാതിരിക്കുകയും അത് കാരണം മറ്റുള്ളവർക്കും നമുക്കും നമ്മുടെ ചുറ്റുള്ളവർക്കും ഒക്കെ ഡിസ്കംഫർട്ട് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അബ്നോർമൽ എന്നാണ് ഇവർ പറയുന്നത്. മേ ബി എന്തായിരിക്കും ആ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ നമ്മൾ അബ്നോർമൽ ആണ് എന്ന് പറയുന്നത്. നമ്മള് ഒരു പബ്ലിക് സ്പേസിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ലൈബ്രറിയിൽ പോയിട്ട് ഭയങ്കര ഉറക്കിരുന്ന് ഫോൺ ചെയ്യുക, പൊതുവെ അങ്ങനെ ആൾക്കാരൊന്നും ചെയ്യാറില്ല അല്ലെ. അപ്പൊ അതെന്തായി, മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായി, അൺകംഫർട്ടബിൾ ആയി, മറ്റുള്ളവരുടെ കോൺസെൻട്രേഷൻ പോയി, അവിടെ ഇയാളുടെ സൗണ്ട് മാത്രം ഉറക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവാൻ തുടങ്ങി. സോ അയാൾ എന്താക്കി അബ്നോർമൽ ആയിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. അതാണ് സോഷ്യൽ ഡിസ്കംഫർട്ട് എന്ന് പറയുന്നത്. അടുത്തത് മാലഡാപ്റ്റീവ് ബിഹേവിയർ ആണ്. മാലഡാപ്റ്റീവ് ബിഹേവിയർ കോസസ് ഇമ്പയർമെന്റ് ഇൻ പേഴ്സണൽ, ഒക്യുപേഷണൽ ആൻഡ് സോഷ്യൽ ഫംഗ്ഷനിങ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ദസ് ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് അബ്നോർമാലിറ്റി. മാലഡാപ്റ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ഫങ്ഷനിങ്ങിന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രൈറ്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. മാലഡാപ്റ്റീവ് ബിഹേവിയറിലേക്ക് അത് അബ്നോർമൽ ആയിട്ട് എത്തുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, നമ്മൾ ജോലി ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ജോലികള്, പുറത്തു പോകുന്ന കാര്യങ്ങൾ, ഡ്രസ്സിങ്ങിന്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതിയെ, മക്കളെ നോക്കുന്ന രീതിയെ, നമ്മൾ സ്വയം പഠിക്കുന്ന രീതിയൊക്കെ അത് എഫക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ സോഷ്യൽ ഡെയിലി ഫങ്ഷനിങ്ങിനെ അത് ഇന്റർഫിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അബ്നോർമൽ എന്നാണ് പറയുന്നത്. അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. Standard deviation, abnormality is also defined in terms of deviation from normal. That is, being away from normal is abnormal, where the ab means away. എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ആവറേജ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ എക്സ്ട്രീം ആയിട്ട് മാറി കുറച്ച് ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്താണ്, അബ്നോർമൽ ആയിട്ടാണ് നമ്മൾ നോക്കുക. അവിടെ ഈ ആബ് മീൻസ് എവേ എന്ന് ഉദ്ദേശിക്കുന്നത് ആ അബ്നോർമലില് AB മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നോർമൽ ആയി. പക്ഷെ മറ്റുള്ളവർ ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ആയിട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് മേ ബി എന്താവാം, അബ്നോർമൽ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അടുത്തത് കൾച്ചറലി അൺഎക്സ്പെക്ടഡ് ഓർ വയലേഷൻ ഓഫ് ദ സ്റ്റാൻഡേർഡ് റൂൾസ് ഓഫ് ദ സൊസൈറ്റി. എന്താണ് കൾച്ചറലി നോക്കുമ്പോഴും അതേപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സൊസൈറ്റി റൂൾസ് ഉണ്ടല്ലേ, അതിനെ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ അതിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, അബ്നോർമൽ ആണ്. ഇപ്പൊ നമ്മള് മദ്രസയിൽ പോകുമ്പോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോ അതൊക്കെ കൾച്ചർ ഓറിയന്റഡ് ആയിട്ട് നമ്മൾ കുറെ ചെയ്തു വരുന്ന റിച്വൽസ് ഉണ്ട്. കുളിച്ചിട്ട് പോകണം,
ഇപ്പൊ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ അമ്പലത്തിൽ കയറരുത്, അതല്ലെങ്കിൽ മദ്രസയിൽ പോകുമ്പോ ഞാൻ മോസ്റ്റ്ലി എനിക്ക് അറിയില്ല, മോസ്റ്റ്ലി ഞാൻ കണ്ടിട്ടുള്ളത് കുട്ടികൾ പറഞ്ഞു വിട്ടിട്ട് പോണതാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതിന് വ്യത്യസ്തമായിട്ട് ആ ഒരു കൾച്ചറൽ റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ അത് അബ്നോർമൽ ആയിട്ട് അല്ലെങ്കിൽ അതൊന്നും ആക്സെപ്റ്റബിൾ അല്ല നമുക്ക്. സോഷ്യലി അതൊക്കെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതിന് അബ്നോർമൽ ആയിട്ടും ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. സോ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൾച്ചറലി ഡീവിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ നാടൊക്കെ ഒരു കൾച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള നാടാണ്. തൃശ്ശൂരുള്ള ഉത്സവങ്ങളും കോഴിക്കോടുള്ള ഉത്സവങ്ങളും ഡിഫറെന്റ് ആണ്. അപ്പൊ അവിടെ അപ്ലൈ ചെയ്യണമെന്നൊക്കെ പെട്ടെന്ന് ഒരാൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇതില് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് കോൺസെപ്റ്റ് ഓഫ് അബ്നോർമാലിറ്റി ആൻഡ് നോർമാലിറ്റി ആയിരുന്നു. അതില് ക്രൈറ്റീരിയ ഫോർ നോർമാലിറ്റി നമ്മൾ നോക്കി. നോർമാലിറ്റി ആസ് ഹെൽത്ത്, നോർമാലിറ്റി ആസ് ഐഡിയൽ, നോർമാലിറ്റി ആസ് ആവറേജ്, നോർമാലിറ്റി ആസ് സോഷ്യലി ആക്സെപ്റ്റബിൾ, നോർമാലിറ്റി ആസ് എ പ്രോസസ്. പിന്നെ നമ്മൾ ക്രൈറ്റീരിയ ഫോർ അബ്നോർമാലിറ്റി ആണ് നോക്കി. അതിൽ ഒന്നാമത്തെ ഡിസ്ട്രസ്, സോഷ്യൽ ഡിസ്കംഫർട്ട്, മാലാഡാപ്റ്റീവ് ബിഹേവിയർ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കൾച്ചറലി അൺഎക്സ്പെക്ടഡ് ഓർ വയലേഷൻ ഓഫ് ദ സ്റ്റാൻഡേർഡ് റൂൾസ് ഓഫ് ദ സൊസൈറ്റി. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? നമ്മുടെ ഫസ്റ്റ് സെഷൻ ആയിരുന്നു. എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ബെറ്റർ ആകാൻ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ ആണോ? ക്ലാസ് ആയിട്ട് സ്പീഡ് കൂടുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? ഓക്കെ ആണ്. അപ്പൊ നമുക്ക് നാളത്തെ ക്ലാസ് ബാക്കി ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് തൊട്ട് റീസ്റ്റാർട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.